ഗൈസ് ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മളെ വീഡിയോ ഇന്ന് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമുക്ക് യൂട്യൂബില്. അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷൻ കൂടിയാണ് ഇത്. എന്തു ബലത്തൂല്ല അപ്പൊ അല്ലല്ലോ ബേക്ക് കാണിച്ചേ മുടീന്റെ. ഓ സെറ്റപ്പ് ബേക്ക് കാണിച്ചേ. നോക്കട്ടെ നോക്കാന് അയക്കൂല, അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടിപൊളിയല്ലേ? അപ്പൊ ഗൈസ് നമ്മളിന്ന് വാഴ 2 കാണാൻ പോവുകയാണ് അല്ലല്ലോ അല്ലേ? പോയാലോ നമുക്ക്? പോയാലോ? എന്താ ഉമ്മ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് എടുക്കാം. ഓ ഉള്ളിച്ചെടുക്കുമ്പോ ഒരിക്കലും പാവാട ഇടാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ആഗ്രഹം സാധിക്കും. പാവാട വേണോ? വാഴ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ്. അപ്പൊ നമ്മൾ നേരിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. നമ്മള് 4 ആളും കൂടിയാണ് പോകുന്നത്. ഇറങ്ങാണ്. വാ അല്ലു വാ പോവാണ്. അല്ലല്ലോ അല്ലൊരു കാണുമ്പോ ഒരു പെൺകുട്ടി ലുക്കുണ്ട് അല്ലേ? അടിപൊളിയൊക്കെ എല്ലാ പെൺകുട്ടിയല്ല, ബോയ്സ് ഇങ്ങനെ കിട്ടോ? ഉപ്പ കിട്ടുന്നതല്ലേ? അപ്പൊ ഉപ്പ താഴെ വെയിറ്റിംഗിലാണ്. നമുക്ക് പോവാം. എപ്പോഴും കയ്യിൽ ഈ സ്പ്രേയും പിടിച്ചോണ്ട് നടക്കുള്ളൂ. എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങളെ കുറിച്ച്, ഇതാ ഈ വ്യക്തിയെ കുറിച്ച്, ഇങ്ങനെ ഒരാള് നിങ്ങളെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എപ്പോഴും ബിസിയാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ 3 ആൾ എപ്പോഴും ഒന്നിച്ചിട്ടുണ്ടാവും. ഇതാ ഈ ഒരു വ്യക്തിനെ കാണണമെങ്കിൽ ഇങ്ങനെ പല സിനിമക്കോ പുറത്തോ എവിടെയെങ്കിലും മുമ്പേ കാണുമല്ലോ. നമ്മൾ സത്യം പറഞ്ഞാല് നമ്മളങ്ങനെ സിനിമക്ക് പോകാൻ വേണ്ടിട്ട് ഏകദേശം എത്താനയ്യാ ഡ്രൈവറെ സാറേ എത്താനാകുന്നു. നമുക്ക് നോക്കാം. പാർക്കിംഗില്ല ഗായ്സ്, ഫുള്ളാണ്. ഭയങ്കര ആളാന്ന് തോന്നുട്ടാ, ഫുള്ള് തിരക്കാ. നമുക്ക് തന്നെ മുന്നിലായിട്ട സീറ്റ് കിട്ടി. പോവാണ് പോവാണേ. അവിടുന്ന് മാറ്റാം. അത്ര ആൾക്കാരൊക്കെ വേണ്ട, നമ്മള് മാത്രം കയറ്റി വിട്ടണ്ട. അതാണ് നമ്മള് VIPs ആണ് അല്ലേ? ചാരല്ലടാ എനിക്ക് ഇതന്നെ സ്ക്രീന്. അധികമൊന്നും യാത്ര ചെയ്യണ്ട, മുന്നേ തന്നെ ഇരിക്കാം. ഇപ്പൊ സിനിമ കാണാൻ പറ്റുന്ന അവസ്ഥ ഇങ്ങനെ കാണുമ്പോ നല്ല കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇന്റർവെല്ലായത് അറിഞ്ഞിട്ടില്ലേ? അടിപൊളിയാക്കിനല്ലേ? അടിപൊളി സിനിമ, നല്ല രസം. ഇന്റർവെല്ലായത് നമ്മൾ അറിഞ്ഞിട്ടില്ല, അത്രയ്ക്ക് ഫാസ്റ്റ് ഇന്റർവെൽ ആയാലേ. അല്ല ഫുൾ ടൈം ഫോണിലായിരുന്നു. ഒന്നാണ്
ഇനിയും ബാക്കി വരുന്നേ ഉള്ളൂ. ഇന്റർവ്യൂവിന് ശേഷം അല്ല, ഇന്റർവ്യൂവിന് ശേഷമുള്ളത് നമുക്ക് അതിക്ക് ഇഷ്ടപ്പെട്ടാ പൊരിഞ്ഞ അടിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അടിയാണുമ്പോ അടിക്കാൻ തോന്നുന്നു. ഉമ്മാനായിട്ട് അടിക്കാൻ തോന്നുന്നു. ഞാനൊരു ചെണ്ടയാ. ഞാനത് ചെണ്ടയാ. BMW ആണോ? അല്ല, ഏത് വണ്ടി? അത് സ്കോഡ. അല്ലു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അതിനോ കണ്ടില്ല. അടിപൊളിയല്ലേ? സിനിമയെ കുറിച്ച് പറഞ്ഞോ, എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടായിരുന്നല്ലേ? സിനിമ എന്തായാലും കിട്ടു. ആദ്യം ചിരിപ്പിച്ച് പിന്നെ കരയിപ്പിച്ച് ഞാൻ ഇരുന്ന് മോങ്ങലായിരുന്നു. ഞാൻ നല്ലോണം കരഞ്ഞു. ഞങ്ങൾക്ക് വല്ലാണ്ട് ഫീലായി. എനിക്ക് നല്ല മനസ്സിലൊരു വ്യക്തിയാണ്ട് പെട്ടെന്ന് ഫീലാവും. ഇവരൊക്കെ കണ്ണിച്ചേരില്ലാത്തവരാ. ആശയൊന്നും കരഞ്ഞില്ലല്ലോ? ആദിശ ചെറിയ വിഷമം ഉണ്ടേനു. ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയും. എന്നാലും അടിപൊളി സിനിമ കേട്ടോ. എല്ലാവരും കണ്ടോ, നഷ്ടാവില്ല. പൈസ മുടക്കിയാലും നഷ്ടമൊന്നുമില്ല അല്ലേ? കണ്ട അടിപൊളി. എല്ലാവർക്കും നല്ല അഭിപ്രായം. സൂപ്പർ ഫാന്റാസ്റ്റിക് വാഴ കൊലച്ചത്. സൂപ്പർ ഫാന്റാസ്റ്റിക് ആണ്. എന്തായാലും കിടക്കാച്ച സിനിമ. നമ്മുടെ സിനിമ കണ്ടിറങ്ങി. ഈ വല്ലുവിന് മുടി നോക്കി അല്ലെന്തോ ഉറങ്ങിയിരുന്നാ. ആംഗ്രി ബേബിയാണ്. ആംഗ്രി ബേബി ഭയങ്കര ഗെയിം ആയിരുന്നു അതിൻ്റെ ഉള്ളിന്ന്. അടുത്തിനി എങ്ങോട്ടേക്കാ നേരെ പോയല്ലേ? വീട്ടിലോട്ട് നമ്മള് എന്തൊക്കെ പ്രതീക്ഷിച്ച് വന്ന വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചതാ. അല്ലുവിന്റെ കാരണം നമ്മൾ കറങ്ങാൻ പോവാണ്. അല്ല ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അല്ലുവിനെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവും. അപ്പൊ ലുലുമാളിൽ പോകാം. നമ്മള് അല്ലുവിന്റെ ലുലുമാളിലെത്തി. അല്ലല്ലോ, ഒരു യൂസഫ് അലിഖാന്റെ ഷോപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറക്കം വരില്ല പോലും. പിന്നെ 39 രൂപന്റെ ഐസ്ക്രീം. പിന്നെ അവിടെ നമുക്ക് ലുലുമാളിൽ വീണ്ടും വരാൻ പറ്റി. നമുക്ക് പിന്നെ യൂസഫ് അലിഖാനെ കാണാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. ആ മനുഷ്യനെ ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. കാണാൻ പറ്റുമെന്ന് തന്നെ തോന്നില്ല. ഹലോ ഹലോ അല്ലോ, എടാ കണ്ണാപ്പി ഇങ്ങോട്ട് നോക്കടാ. ഷണ്ണാമണി നീ നോക്കൂല? അല്ലു നോക്കിയാലും ഉമ്മാന് ഇഷ്ടമില്ല എന്നർത്ഥം. അല്ലു നോക്കിയാലും ഉമ്മാന് ഇഷ്ടമുണ്ട് എന്നർത്ഥം. നോക്കൂല അല്ലേ? എനിക്ക് ഉമ്മാനെ വേണ്ട, ഉമ്മാന് ഇഷ്ടമില്ല അല്ലേ? ഇഷ്ടണ്ട്. നല്ല തിരക്കല്ലേ? ഈസ്റ്റർ ആണ്, സൺഡേ ആണ്, ഫുള്ളും തിരക്ക. അല്ലു ഇവിടെ വരുന്നത് തന്നെ ഈ പരിപാടിക്കാ. അവന് ഇങ്ങനെ തൂങ്ങി നടക്ക. നമ്മളെപ്പോ പോകുമ്പോ ഇതില് എസ്സില് മാത്രമേ നിക്കുള്ളൂന്ന് തീരുമാനം പറഞ്ഞത്. അയ്യോ ഇവന് എസ് കിട്ടി, നമുക്ക് റോങ് ആയിട്ട്. എപ്പോഴും എസ് കിട്ടോ? ഞാൻ എപ്പോഴും ഇല്ല, ഒരിക്കൊക്കെ ഞാൻ റോങ് ഒന്നല്ല. അങ്ങനല്ല, ഇതൊന്നും ഫൺലാൻഡ്. നമുക്ക് ഒരിക്കൽ കയറണ്ടേ? ഇതിന്റെ ഉള്ളിൽ എന്നാമോ എനിക്കറിയില്ല. അമ്മേ പേടിച്ചു പോയി. എന്റെ കാലിറങ്ങി. ഫുഡ് കഴിക്കാന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്കുള്ളൂ അല്ലേ? KFC 8 പീസ് 399. ഇത് ഓഫറാണടാ. എന്നാ പിന്നെ 12 പീസ് തന്നെ എടുക്കാം. 8 പീസിന് 399, 12 പീസിന് 400. അപ്പൊ 12 പീസ് ലാഭല്ലേ? 500 രൂപ കിട്ടൂലേ? ഭയങ്കര തിരക്ക ആൾക്കാർ. അല്ലേ എന്തിനും ഇങ്ങോട്ട് വന്നേ? ഫുഡ് കഴിക്കാൻ. ഒരു കാര്യം ചെയ്യണോ? ഇങ്ങനെ എല്ലാ ദിവസവും വാശി പിടിച്ച കാര്യമാണ്. അപ്പൊ നമുക്ക് നല്ല ഫുഡ് കിട്ടും. എങ്ങനെ കിട്ടും? ഐഡിയ അടിപൊളിയല്ലേ?
ഗൈസ് ഒരു കാര്യം കൂടി പറയാണ്ട്, നമ്മുടെ വീഡിയോ ഇന്ന് 5K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് യൂട്യൂബിൽ. അതിന്റെ ഒരു ചെറിയ സെലിബ്രേഷനും കൂടിയാണ് ഇത്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലു കാരണപ്പോ ഇവിടെ വന്നപ്പോഴാണ് ആ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അല്ല ആദ്യം പറയുന്നുണ്ടായിരുന്നു 5K എങ്കിലും 1K അടിച്ച് 2K അടിച്ചെത്തി, അല്ല ഈ 1 മന്തിനുള്ളിൽ ഞങ്ങൾക്ക് അടിക്കും. അപ്പൊ ഇവൻ എപ്പോഴും പറയുന്നു ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. അപ്പൊ എന്തായാലും നമ്മള് ചിക്കൻ കഴിച്ചങ്ങ് സെലിബ്രേറ്റ് ചെയ്യാൻ വെച്ചു. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഇവിടെ വരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതാണ് മെയിൻ. എന്നാ എന്റെ ആദീനെ എന്തായാലും എല്ലാരും അറിയാൻ തുടങ്ങി അല്ലേ? ഫുഡ് വരണം, 10 മിനിറ്റ് എടുക്കും. 10 മിനിറ്റ് കൊണ്ടേ കിട്ടുള്ളൂ. അങ്ങനെ വിചാരിക്കുമൊന്നും കിട്ടത്തില്ല. എന്താണ് നീ തൊഴയല്ല? വാഴ 2 എല്ലാരും പോയി കാണണല്ലേ? അല്ലുക്ക് സിനിമ ഇഷ്ടപ്പെട്ടനാ? ഏടാ നീ വല്ലതും കണ്ടിനാ? ഇടിക്കുന്ന മാത്രം കണ്ടല്ലേ? ഇടീന്റെ ഒച്ചയൊക്കെ മാത്രം ഇവ നോക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? മറ്റേ ലാസ്റ്റ് തടി വാഴ 1 വരത്. എന്തായാലും അടിപൊളി മൂവിയാ അല്ലേ? ആദ്യം കരഞ്ഞനാ? ആരും കാണാണ്ട് ഞാൻ ശരിക്കും കരഞ്ഞല്. കരയാൻ ആദ്യം കാണണം, കണ്ടാലേ കരച്ചില് വരുള്ളൂ. വെറുതെങ്കിലൊന്നും വരൂല കേട്ടാ. ഇങ്ങനെ ഉള്ളുന്ന് വരട്ടെന്ന് ഒന്നാലും വരൂല. അത് കണ്ടു കഴിഞ്ഞാലേ കരച്ചില് വരും. സിനിമക്ക് പോയിട്ട് ഫോണോട് കളിക്കാം. എന്തിന്റെ ആവശ്യം? ഇവന്റെ ടിക്കറ്റ് എടുക്കാത്തോണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ നഷ്ടമായിപ്പോയനെ. അത് ഫ്രണ്ടത്തെ സീരിയൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം അങ്ങനെ കാണാം, നല്ല വൃത്തിക്ക് കാണാം. കാലിങ്ങനെ നീട്ടി വെച്ച് സമാധാനത്തിൽ ഇരിക്കാം, ആരും ചവിട്ടും നമ്മട്ടും. ഇപ്പൊ സെൻട്രലായോണ്ട് നല്ല സുഖമുണ്ടായി. നമ്മളെ ഐറ്റംസ് വന്നിരിക്കുന്നു. ഫ്രഞ്ച് ഫ്രൈസ് തൊടാൻ അല്ലു വിടത്തില്ല. എന്നാ ഇത് അല്ലുക്ക് സ്വന്തം ഫ്രഞ്ച് ഫ്രൈസ്. മയോണൈസ് അല്ല ഈ തന്നെ ഡിപ്പ് ചെയ്തോ? ഹായ്, ഇതെടുന്ന എക്സ്ട്രാ വേറെയും കൊണ്ടുവന്ന് പെരിയാ ബർഗർ പോലെ ആക്കിട്ടാ തിന്ന. ചേച്ചി ബർഗർ ഇത് മുക്കിട്ടുന്നുണ്ടാ? അത് മാത്രം കഴിക്കല്ലോ, ഇത് കഴിക്കും. ഈ സാധനം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ട നോക്കിയാ കഴിച്ചോക്കെ. അതെന്താണാവോ? ഫിഷാ? അയ്യേ, ഇറച്ചിന്റെ ബോളുകളാക്കി എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. മോശമായി. എല്ലാം തീർന്ന് ഇതാ എല്ലാം കച്ചവടക്കാം. ഞാൻ പറഞ്ഞു
വിളിച്ചോ അവിടെ പോയി വിളിച്ചോ അവരെല്ലാം ഉപ്പ ചെയ്യുന്നത് എങ്ങനെയാന്ന് അതേപോലെ ഉപയോഗം. മീശ ഒന്നും മീശ മീശ വേണ്ടല്ലോ ഉപ്പാക്ക് മീശ എടുക്കല്ലോ ഉപ്പ. അതിന് മീശ വേണ്ട. ഇങ്ങനെ ഓരോ സ്ഥലത്തുമ്പോ കരയണം അപ്പോഴും നമുക്ക് അല്ലോ ഭയങ്കര തിരക്കാണ് തിരക്കാ മോനെ. എല്ലാ ദിവസവും കരയാണെന്ന് അല്ല ഞാൻ ഇപ്പൊ പറഞ്ഞല്ല. എന്ത് അതിനാ അത് ഞാൻ നിന്നോട് സീക്രട്ട് ആയിട്ട് പറഞ്ഞ നീ ഉപ്പാട്ട് പറയാൻ പാടണ്ട. പോവാ ഞാൻ വെറുതെ പറഞ്ഞാടാ വെറുതെ പറഞ്ഞ. ഐസ്ക്രീം വേണം. വീട്ടിലെത്തിയാല് ഐസ്ക്രീം വേണം. ഹലോ ഗൈസ്. ആ പറഞ്ഞോ. ഹലോ ഗൈസ്, നമ്മളിന്ന് പോകുന്നത് വീട്ടിലാണ്. ഇത് തുടങ്ങല്ല, നമ്മള് ലുലുമാളിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഗൈസ്, നമ്മളിന്ന് വീട്ടിൽ പോവാണ്. നീ മേടിച്ച ആളെ വിളിച്ചോ? ലുലുമാളിന്ന് ഇറങ്ങിയ വീട് നമ്മള് വീട്ടിൽ പോണേ. എന്നിട്ടാണ് നമുക്ക് രണ്ടാക്കും ഉറങ്ങണ്ടേ. ഉപ്പാക്കും നമുക്ക്. അങ്ങനെ അല്ലുവിന്റെ വാശി കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ഒരു ട്രിപ്പ് കിട്ടി. എന്ത് വാശിക്കും ഇവൻ എന്ത് പറഞ്ഞാലും ഇതാ ഇവന്റെ ഡാഡി സമ്മതിക്കും. അതുകൊണ്ട് നമ്മളാണെങ്കിൽ അത് മുതലെടുക്കും. അല്ലുവിനെ കൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ നമ്മൾ കരയിപ്പിച്ചിട്ടൊക്കെ ചോദിപ്പിക്കും. അല്ലല്ലോ എന്നിട്ട് ഇവനടുത്ത് ചോദിക്കുന്നുണ്ടേന്, അല്ല ഉമ്മയിലെ പറഞ്ഞത് ഇടക്കിടെ കരയാണെന്ന്. ഞാൻ അവനോട് പറയോ ഇടക്ക് കരഞ്ഞിട്ട് ഉപ്പാനെ കൊണ്ട് ഇതാക്കണം, ആടെ പോണോ ഇവിടെ പോണം എന്നൊക്കെ പറയൂ. എന്റെ ഇവൻ പറയാ നേരത്തെ ഭക്ഷണം നമ്മള് KFC കഴിച്ച് തിരിച്ചു വരുമ്പോ ആടുന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞേ. അപ്പൊ ഇവൻ പറയാ അതിന് ഉമ്മയിൽ എന്നോട് പറഞ്ഞ കരഞ്ഞിട്ടെല്ലാം വാങ്ങിത്തരണം. അങ്ങനത്തെ കൊള്ളപ്പൊട്ടണ ഇത്. നല്ല താങ്ക് യു. അങ്ങനെ നമ്മള് 5K സെലിബ്രേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ 10Kയിലാണ് ആക്കുള്ളൂ. 10K സെലിബ്രേഷൻ ചെയ്യും ഇൻഷാല്ലാ. അത് എത്രയും വേഗം ആവട്ടെ അല്ലല്ലോ. നമ്മളപ്പം വീട്ടിലെത്തി. അപ്പൊ ഞാൻ പ്രത്യേകം ഒന്നും പറയണ്ടല്ലോ. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. 5K അടിച്ച് ഇനി 10Kയിലേക്ക് അത്രേ ഉള്ളൂ. വേഗം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് അങ്ങ് അടിച്ച് പൊട്ടിക്ക്. ആ ബെൽ ബട്ടൺ എല്ലാം അടിച്ച് പൊട്ടിച്ചാൽ മതി.